Hi dear students, have a nice time. Today you are going to learn the third lesson, Matchbox by Asha Purna Devi, from the first unit, Flights of Freedom. In the preface of the unit, we have discussed certain questions. Do women enjoy real freedom? സ്ത്രീ യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ടോ, ആസ്വദിക്കുന്നുണ്ടോ? വിമൻ സപ്പോർട്ട് ഫാമിലി, ബട്ട് ആർ ദേ റിയലി സപ്പോർട്ടഡ് ബൈ ദ ഫാമിലി? സ്ത്രീ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ അവർ കുടുംബത്താൽ പിന്തുണയ്ക്കപ്പെടുന്നുണ്ടോ? Do women share equal status with men? Not status, status. Do women share equal status with men? പുരുഷനൊപ്പം സമൂഹത്തിൻ്റെ പൊതുവഴികളിൽ, പൊതു ഇടങ്ങളിൽ തുല്യമായ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സ്ത്രീക്ക് സാധിക്കുന്നുണ്ടോ? ഇത്തരം ചോദ്യങ്ങൾ ചർച്ച ചെയ്യുകയായിരുന്നു ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് 2 ലെസൺസിൽ. ഫസ്റ്റ് ലെസൺ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്, ദ 3 L's ഓഫ് എംപവർമെൻറ്റ് ബൈ ക്രിസ്റ്റീൻ ലെഗാർഡ്. ആൻഡ് ദ സെക്കൻഡ് ലെസൺ, എ പോയം ബൈ കാതറിൻ ടൈനാൻ, എനി വുമൺ. ആൻഡ് ഹിയർ ഇസ് ദ തേർഡ് ലെസൺ, മാച്ച്ബോക്സ്. There are 2 ways of spreading light: to be the candle or the mirror that reflects it. പ്രകാശം പ്രസരിപ്പിക്കുന്നതിനുള്ള 2 വഴികൾ. ഒന്നുകിൽ മെഴുകുതിരിയാവുക, അല്ലെങ്കിൽ പ്രതിഫലിപ്പിക്കുന്ന ഒരു മെഴുകുതിരി വെളിച്ചമായി മാറുക. അപ്പോൾ വിമൻ ഷുഡ് ചൂസ് ബിറ്റ്വീൻ ബീയിങ് എ ക്യാൻഡിൽ ഓർ എ മിറർ. അപ്പോൾ അവിടെ ഒരു ചോയ്സ് സ്ത്രീകൾ നടത്തണം. ദേ ഷുഡ് ചൂസ് ബിറ്റ്വീൻ ബീയിങ് എ ക്യാൻഡിൽ ഓർ എ മിറർ. ഡെസ്പൈറ്റ് ദെയർ ചോയ്സ്, ദേ ഷുഡ് വർക്ക് ഫോർ ദെയർ ഓൺ ഇമാൻസിപ്പേഷൻ. അവരുടെ ചോയ്സുകൾക്കപ്പുറത്ത് അവരുടെ വിമോചനത്തിന് വേണ്ടി അവർ പ്രവർത്തിക്കേണ്ടതുണ്ട്, ആസ് വെൽ ആസ് ഫോർ ദ ജനറേഷൻസ് ടു കം. അവർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൻ്റെ മാത്രമല്ല, ഇനി ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് മരിക്കാനിരിക്കുന്ന തലമുറകൾ. അത്തരത്തിലൊരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ വരാൻ പോകുന്ന തലമുറകളുടെ വിമോചനത്തിന് വേണ്ടി കൂടി പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നൊരാഹ്വാനമാണ് ഇവിടെയുള്ളത്. ആൻഡ് യു ആർ കമ്മിങ് ടു ദി ലെസൺ മാച്ച്ബോക്സ് ബൈ ആശാ പൂർണ ദേവി. ആശാ പൂർണ ദേവി ഈസ് ദ സെലിബ്രേറ്റഡ് സെലിബ്രേറ്റഡ് മീൻസ് ഫേമസ്. Asha Purna Devi is the celebrated Bengali short story writer and novelist, and she was awarded the prestigious Jnanapith Award and the Padma Shri. She always dealt with the emancipation of women, സ്ത്രീയുടെ വിമോചനം എന്ന ഒരു പ്രശ്നം. ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ ബംഗാളിലുണ്ടായ പെൺപക്ഷ എഴുത്തുകളിൽ പ്രധാനം എന്ന് വിളിക്കപ്പെടാമായിരുന്ന ചെറുകഥകളും നോവലുകളും ഒക്കെ തന്നെ എഴുതിയിട്ടുള്ള ആളാണ് ആശാ പൂർണ ദേവി. ഇവിടെ ആശാ പൂർണ ദേവിയുടെ മാച്ച് ബോക്സ് എന്ന് പറയുന്ന കഥ വെളിച്ചം വീശുന്നത് അത്തരമൊരു സോഷ്യോ പൊളിറ്റിക്കൽ ഇഷ്യൂവിലേക്കാണ്.
അതൊരു സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നം തന്നെയാണ്. സ്ത്രീയുടെ വിമോചനം, സമൂഹത്തിൽ പുരുഷനൊപ്പം തുല്യത അനുഭവിക്കാനുള്ള അവസരം നഷ്ടപ്പെടുക, അത് സാമൂഹികമായൊരു വിഷയം തന്നെയാണ്. ആൻഡ് ഹിയർ ദ സ്റ്റോറി ബിഗിൻസ്. ലിസൺ. I always compare women to matchboxes. Why? Because of the way matchboxes are, even though they have enough gunpowder to set 100 langas aflame, they sit around meek and innocent in the kitchen, in the pantry, in the bedroom, here, there, anywhere. Women too are exactly the same. Ashapurna Devi begins the story by saying that she would like to compare women to matchboxes. സ്ത്രീകളെ മാച്ച് ബോക്സുകളോട് കമ്പയർ ചെയ്യും. Why? Because of the way matchboxes are, even though they have enough gunpowder to set 100 langas aflame. Aflame means burn. നൂറ് ലങ്കകളെ കത്തിക്കാനുള്ള ഗൺ പൗഡർ സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്നു ഒരു മാച്ച് ബോക്സ്. They sit around meek and innocent. Meek, M-E-E-K ആണ് meekൻ്റെ സ്പെല്ലിംഗ്. Means weak. Innocent means helpless. These matchboxes sit around meek and innocent, weak and helpless, in the kitchen, in the pantry, in the bedroom, here, there, anywhere. അടുക്കളയിലാകട്ടെ, കലവറകളിലാകട്ടെ, അല്ലെങ്കിൽ കിടപ്പുമുറികളിലാകട്ടെ, വീക്ക് ആൻഡ് ഹെൽപ്ലെസ് എന്ന് പറയാവുന്ന അവസ്ഥയിൽ എവിടെയെങ്കിലും ഒരു പക്ഷേ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ഉപേക്ഷിക്കപ്പെടുന്ന ഒരു മാച്ച് ബോക്സ്. ആ മാച്ച് ബോക്സുകൾ ആർ ഏബിൾ ടു ബേൺ 100 ലങ്കാസ്. 100 ലങ്കകളെ കത്തിക്കാനുള്ള ഗൺ പൗഡർ ഇത് കരുതി വെച്ചിരിക്കും. വിമൻ ടു ആർ എക്സാക്ട്ലി ദ സെയിം. അതുപോലെ തന്നെയാണ് സ്ത്രീ. ഒരു ഫയർ സൂക്ഷിക്കുന്ന മനസ്സുണ്ട് ഒരു സ്ത്രീക്ക്. ആസ് ഇറ്റ് ഈസ് സെഡ്, വിമൻ ആർ മെൻ്റലി സ്ട്രോങ്ങർ ദാൻ മെൻ. ഇപ്പോൾ വിമൻ ആർ കമ്പയർഡ് ടു മാച്ച് ബോക്സസ്. Match boxes contain enough gunpowder to make 100 langas burn. 100 ലങ്കകളെ കത്തിക്കാനുള്ള ഗൺ പൗഡർ ഒരു മാച്ച് ബോക്സ് കരുതി വെച്ചിരിക്കും. ബട്ട് ദർ ഇസ് ഇൻ വീക്ക് ആൻഡ് ഹെൽപ്ലെസ് ഇൻ ദ കിച്ചൺ, ഇൻ ദ പാൻട്രി, ഇൻ ദ ബെഡ്റൂം, ഇൻഫാക്ട് എനി പ്ലേസ്. എവിടെയും അത് നിരുപദ്രവമെന്നോ ദുർബലമെന്നോ പറയാവുന്ന തരത്തിൽ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു. വിമൻ ആർ ദ സെയിം. സ്ത്രീകളും അതുപോലെയാണ്. യു വാണ്ട് an example? Then look carefully at that enormous 3-story house in front of us. Sunday morning, the washerman has come and is waiting. Moments before handing over a heap of Ajit's dirty clothes to the washerman, Namita goes through the pockets one last time and discovers the letter. A twisted, crumpled envelope with its mouth torn,
and on the envelope Nomita's name. Here the story begins in front of a 3-story house. അശാപൂർണ ദേവിയുടെ മാച്ച് ബോക്സ് എന്ന കഥയുടെ പശ്ചാത്തലം ദക്ഷിണ കൽക്കട്ടയിലെ ഒരു ഉൾനാടൻ ഗ്രാമമാണ്. ആ ഗ്രാമത്തിലെ ഒരു 3 നില വീടിൻ്റെ മുന്നിലാണൊരു പക്ഷേ ഈ കഥ ആരംഭിക്കുന്നത്. And here the central character of the story is Nomita. She is the wife of Ajit. It was a Sunday morning. The washerman has come and is waiting. ഈ വീടിന് പുറത്ത് അലക്കുകാരൻ വന്ന് കാത്തു നിൽക്കുന്നു. Moments before handing over a heap of Ajit's dirty clothes to the washerman, Nomita goes through the pockets one last time and discovers the letter. ഈ വാഷർമാൻ്റെ കയ്യിലേക്ക് അജിത്തിൻ്റെ വസ്ത്രങ്ങൾ എടുത്തു കൊടുക്കുന്നതിന് വേണ്ടി അവൻ്റെ വസ്ത്രങ്ങൾ കയ്യിലെടുക്കുമ്പോൾ അവൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ അവസാന ഘട്ടം പരതൽ നടത്തുന്നു നൊമിത. ആൻഡ് ഷീ ഡിസ്കവേഴ്സ് എ ലെറ്റർ. ആ ഷർട്ടിൻ്റെ പോക്കറ്റിൽ നമ്മളൊരു കത്ത് കണ്ടെത്തുന്നു. എ ട്വിസ്റ്റഡ് ക്രംപിൾഡ് എൻവലപ്പ്. Twisted means here squeezed. A twisted crumpled envelope with the mouth torn and on the envelope Nomita's name. ചുരുട്ടിക്കൂട്ടി പൊട്ടിച്ച കത്ത്. ആ കത്തിന് പുറത്ത് നൊമിതയുടെ പേരെഴുതിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ 2 അഡ്രസ്. ഓക്കെ, അപ്പോൾ ദ സ്റ്റോറി ബിഗിൻസ് ഇൻ ഫ്രണ്ട് ഓഫ് എ 3-story house. An enormous 3-story house. Enormous means huge. It was a Sunday morning. Nomita, the central character in the story, and her husband Ajit live there. കഥയിലെ കേന്ദ്ര കഥാപാത്രമായ നൊമിതയും അവളുടെ ഭർത്താവായ അജിത്തും ജീവിക്കുന്നത് അവിടെയാണ്. കഥ ആരംഭിക്കുമ്പോൾ ബിഫോർ ഹാൻഡിങ് ഓവർ അജിത്സ് ക്ലോസ് ടു ദ വാഷർമാൻ, അജിത്തിൻ്റെ വസ്ത്രങ്ങൾ വാഷർമാന് കൊടുക്കുന്നതിന് മുൻപ് നൊമിത ചെക്സ് ഹിസ് പോക്കറ്റ്സ് ആൻഡ് ഡിസ്കവേഴ്സ് എ ലെറ്റർ. അവൻ്റെ പോക്കറ്റിൽ പരതിയിട്ട് ഒരു കത്ത് കണ്ടെത്തുന്നു. ഇറ്റ് വാസ് എ ക്രംബിൾഡ് ആൻഡ് ടോൺ എൻവലപ്പ്. എൻവലപ്പ് മീൻസ് നീളൻ കവറാണ്. അത് ചുരുട്ടി കൂട്ടിയ പൊട്ടിച്ച ഒരു കത്തായിരുന്നു. വിത്ത് നൊമിതാസ് നെയിം ഓൺ ഇറ്റ്. അതിന് പുറത്ത് നൊമിതയുടെ പേരുണ്ടായിരുന്നു. എ ഫ്ലെയിം ഗോസ് അപ്പ് ഡോപ്പ്. ഗോസ് അപ്പ് ഡോപ്പ്. Goes up dog means begins to rush. A flame. Flame means flame of anger. കോപത്തിൻ്റെ ജ്വാല. Goes up dop. Begins to rush. ജ്വലിച്ചു കുമുന്നു. In all Nomita's nerves and വെയിൻസ്. നൊമിതയുടെ നാഡീഞരമ്പുകളിൽ വല്ലാത്തൊരു കോപം ജ്വലിച്ചുയരുന്നു. ഷീ ഡ്രോപ്സ് ദ ക്ലോസ് ഇൻ ഹർ ഹാൻഡ് ആൻഡ് സിറ്റ്സ് ഓൺ ദ ബെഡ് ടു ഓപ്പൺ ദ ലെറ്റർ. കയ്യിലുണ്ടായിരുന്ന വസ്ത്രങ്ങൾ തറയിലിട്ടിട്ട് ഷീ സിറ്റ്സ് ഓൺ ദ ബെഡ് ടു ഓപ്പൺ ദ ലെറ്റർ. ആ കത്ത് തുറന്ന് വായിക്കാൻ വേണ്ടി അവൾ ഇരുന്നു. ദ ഫസ്റ്റ് തിങ് ഷീ ലുക്സ് അറ്റ് ഈസ് ദ ഡേറ്റ്. ആദ്യം അവളുടെ കണ്ണിൽ പെടുന്നത് പോസ്റ്റൽ മാർക്കാണ്, ഡേറ്റാണ്.
Going by the date, the letter must have come about 3 days earlier. അതിൽ നമ്മൾക്കൊരു കാര്യം മനസ്സിലായി, ആ കത്ത് ആ വീട്ടിൽ എത്തിയിട്ട് 3 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. She turns over the envelope and matches the postmark to the date. ആ എൻവലപ്പ് തിരിച്ചു പിടിച്ചിട്ടാണ് അവൾ ആ പോസ്റ്റ്മാർക്ക് ശ്രദ്ധിക്കുന്നത്. And that too bears the same witness. It was a proof of it. അതതിന് ഒരു സാക്ഷ്യമായിരുന്നു, ആ എൻവലപ്പിന് പുറത്തുണ്ടായിരുന്ന പോസ്റ്റ്മാർക്ക് എന്ന് പറയുന്നത്. യെസ്, ദ ലെറ്റർ കെയിം 3 days ago. ഒരുപക്ഷെ ആ കത്തവിടെ എത്തിയത് 3 ദിവസങ്ങൾക്ക് മുൻപാണ്. When she gets and reads the letter from the pocket of Ajit, suddenly Nomita is angered. അവൾക്ക് വല്ലാണ്ട് ദേഷ്യം വരും. She drops the clothes and sits on the bed to read the letter. It had come at least 3 days earlier. As it is evident from the postmark, as it was clear from the postmark. എൻവലപ്പിന് പുറത്തുണ്ടായിരുന്ന പോസ്റ്റ്മാർക്കിൽ നിന്ന് അത് വളരെ വ്യക്തമായിരുന്നു. 3 ദിവസങ്ങൾക്ക് മുൻപാണ് ഈ കത്ത് അവളുടെ അഡ്രസ്സിൽ ഈ വീട്ടിൽ എത്തിയത്. അജിത്ത് ഹാസ് ഓപ്പൺഡ് ഇറ്റ് ആൻഡ് റെഡ് ഇറ്റ്. ഓപ്പൺഡ് ഇറ്റ് ആൻഡ് റെഡ് ഇറ്റ്. ആ റീഡിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. റീഡ്, റെഡ്, റെഡ് സ്പെല്ലിംഗ് സെയിം ആണ്. അപ്പോൾ അജിത്ത് ഹാസ് ഓപ്പൺഡ് ഇറ്റ് ആൻഡ് റെഡ് ഇറ്റ്. അജിത്ത് അത് പൊട്ടിച്ചു, വായിച്ചു. ദെൻ ക്രംബിൾഡ് ഇറ്റ് ആൻഡ് ട്വിസ്റ്റഡ് ഇറ്റ് ആൻഡ് ഡ്രോപ്പ്ഡ് ഇറ്റ് ഇൻ ടു ഹിസ് പോക്കറ്റ് ആൻഡ് ലെഫ്റ്റ് ഇറ്റ് ദെയർ. അവനത് ചുരുട്ടിക്കൂട്ടി അവൻ്റെ പോക്കറ്റിലേക്ക് അലക്ഷ്യമായി എറിഞ്ഞു, ഉപേക്ഷിച്ചു. ആൻഡ് ലെഫ്റ്റ് ഇറ്റ് ദെയർ. അവനതിനെപ്പറ്റി മറന്നു. Hasn't it felt the need to mention it even once to Nomita? It was not in his mind. അവൻ്റെ മനസ്സിൽ ഒരിക്കൽ പോലും തോന്നിയില്ല നൊമിതയോട് ഇതിനെപ്പറ്റി ഒരു വാക്ക് മിണ്ടണം എന്ന് അവന് തോന്നിയിരുന്നില്ല. The flame that had gone up top now burned steadily, hissing, sounding its note on each of her mind strings. അല്പം മുമ്പ് അവളുടെ മനസ്സിലുണ്ടായ കോപം ഇത് ഉറപ്പിച്ചതോടുകൂടി ആ കോപം വീണ്ടും ജ്വലിച്ചുയരുകയാണ്. And this incident is not a casual oversight. Oversight means തിങ്ങന്നേ ഉള്ളൂ മീനിങ്. It was not a casual oversight. According to Nomita, this deed from the part of Ajit was not a casual oversight, was not a casual thing. ഇത് തീർത്തും അവിചാരിതമായൊരു സംഗതി ആയിരുന്നില്ല സംഭവം. ആൻഡ് ഇറ്റ് വാസ് ഹിസ് ഡെലിബറേറ്റ് നേച്ചർ. അജിത്തിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഡെലിബറേറ്റ് ആയിട്ടുള്ളൊരു നേച്ചറിൻ്റെ, പ്രകൃതത്തിൻ്റെ, സ്വഭാവത്തിൻ്റെ ഭാഗമായിരുന്നു അത്. He did not even think it necessary to speak about it to Nomita. ഒരുപക്ഷെ അവൻ ചിന്തിച്ചതുകൂടിയില്ല. ആവശ്യമുള്ളൊരു കാര്യമായി അല്ലെങ്കിൽ അത്യാവശ്യമുള്ളൊരു കാര്യമായി ചിന്തിച്ചതുകൂടിയില്ല ടു സ്പീക്ക് അബൌട്ട് ഇറ്റ് ടു നൊമിത. നൊമിതയോട് ഇതിനെപ്പറ്റി പറയേണ്ടത് ഒരാവശ്യമായി അവന് തോന്നിയില്ല. ആൻഡ് ഷീ ഈസ് ആംഗ്രി. അവൾക്ക് വല്ലാണ്ട് കോപാകുലയാകുന്നു അവൾ. അപ്പോൾ ദിസ് ഈസ് നോട്ട് എ കാഷ്വൽ ഓവർസൈറ്റ്. This is not a casual thing, but a deliberate action on Ajit's part. അജിത്തിൻ്റെ ഭാഗത്തുള്ള ബോധപൂർവമുള്ളൊരു പ്രവൃത്തിയായിരുന്നു എന്നവൾ മനസ്സിലാക്കി. ഹിസ് നേച്ചർ ഈസ് ലൈക്ക് ദാറ്റ്. അവൻ്റെ സ്വഭാവമല്ല അവൻ്റെ പ്രകൃതം എന്നും അങ്ങനെയായിരുന്നു എന്നവൾ മനസ്സിലാക്കി. ഓക്കെ, ഗോട്ട് ഇറ്റ്? Somehow he has gained possession of the key to the letter box, fishing it through the gaps among the 52 hands of this joint family. ഇവരുടെ ഈ വീട്ടിൽ 26 അംഗങ്ങളുണ്ട്. ഇറ്റ് വാസ് എ ജോയിൻറ്റ് ഫാമിലി. ആ 26 അംഗങ്ങൾക്ക് ഓരോരുത്തർക്കും അവരവരുടെ സ്വകാര്യതകളുണ്ടാകാം,
പക്ഷെ അവർ ഒരുമിച്ച് ആ വീട്ടിൽ താമസിക്കും. അതുകൊണ്ടാണ് ഇവിടെ 52 hands എന്ന് പറയുന്നത്, 52 കൈകൾ. ട്രെക്കിംഗ് ഓർ ഹൈഡിങ് ദീസ് 26 people, ഈ 26 പേരുടെയും കണ്ണു വെട്ടിച്ചുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഹി ഗെയിൻഡ് പൊസഷൻ ഓഫ് ദ കീ ടു ദ ലെറ്റർ ബോക്സ്. ആ ലെറ്റർ ബോക്സിൻ്റെ കീ അവൻ കൈക്കലാക്കിയത്. ആൻഡ് whenever there is a letter with Nomita's name on the envelope, ഇങ്ങനെ ഇതിനു മുമ്പ് പലപ്പോഴും അവൾക്കുള്ള അഡ്രസ്സിൽ ഒരു കത്ത് എപ്പോഴൊക്കെ അവൻ്റെ കയ്യിൽ കിട്ടുന്നുണ്ടോ അപ്പോഴൊക്കെ ഹി ഓപ്പൺസ് ആൻഡ് റീഡ്സ് ഇറ്റ് ഫസ്റ്റ്. അവനത് തുറക്കും, ആദ്യം വായിക്കും. ആൻഡ് ഓൺലി ദെൻ ഹി ഡസ് ഗീവ് ഇറ്റ് ടു ഹർ. എന്നിട്ട് മാത്രമാണ് അവനത് അവളുടെ കയ്യിലേക്ക് കൊടുക്കുന്നത്. It is possible that oftentimes he doesn't give it to her at all. ഒരുപക്ഷെ ചിലപ്പോഴൊക്കെ sometimes he gives to her, sometimes he does not. ചിലപ്പോൾ അവൻ ആ കത്ത് അവളെ ഏൽപ്പിച്ചു എന്ന് വരാം, ചിലപ്പോൾ ആ കത്ത് അവളെ ഏൽപ്പിച്ചില്ല എന്ന് വരാം. അപ്പോൾ ഈവൻ ദോ ടു ദിസ് ഡേ, എന്തിനായിരിക്കാം ഒരു പക്ഷേ നൊമിതയുടെ അഡ്രസ്സിൽ വരുന്നൊരു കത്ത് അവളുടെ അറിവില്ലാതെ കൈക്കലാക്കുകയും അത് പൊട്ടിച്ചു വായിക്കുകയും അവൾക്ക് നൽകാതെ അവനത് അലക്ഷ്യമായി ചുരുട്ടിക്കൂട്ടി അവൻ്റെ പോക്കറ്റിൽ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. ഈവൻ ദോ ടു ദിസ് ഡേ, മറ്റൊരു സംശയവും അവനില്ല. കാരണം ഈ ദിനം വരെ അജിത് cannot truthfully make the claim that he has been able to discover any letter in the slightest degree suspicious. ഒരു കാര്യത്തിൽ അജിത്തിന് സംശയമില്ല. He has not been able to discover any letter in the slightest degree suspicious. വിവാഹം കഴിച്ച് ഇത്ര കാലത്തിന് ശേഷവും നിരവധി കത്തുകൾ അവളെ അറിയിക്കാതെ പോസ്റ്റ് ബോക്സിൽ നിന്ന് കൈക്കലാക്കി വായിച്ച് അത് ചുരുട്ടിക്കൂട്ടി ഉപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് അവൻ. ഇതൊന്നും നൊമിതയുടെ മേൽ, തൻ്റെ ഭാര്യയുടെ മേൽ അവനുള്ള സംശയത്തിൻ്റെ സൂചനകളല്ല. കാരണം അജിത് cannot truthfully make the claim that he has been able to discover any letter in the slightest degree suspicious on her. നൊമിതയിൽ ഏതെങ്കിലും തരത്തിൽ ഒരു വിവാഹ ബാഹ്യ ബന്ധത്തിൻ്റെ സംശയങ്ങൾ അവശേഷിപ്പിക്കാവുന്ന തരത്തിൽ ഒരു കത്തും അവൻ ഇന്നോളം കണ്ടിട്ടില്ല. ബട്ട് ഹിസ് അഗ്ലി ഹാബിറ്റ് വിൽ നോട്ട് ലീവ് ഹിം. പക്ഷേ നൊമിതയെ സമയത്തോളം, അവൾ മനസ്സിലാക്കിയിടത്തോളം അജിത്തിൻ്റെ ഈ ശീലം ഒരിക്കലും അവനെ വിട്ട് പോവില്ല. ഷി ട്രൈഡ് മെനി തിങ്സ് ടു സ്റ്റോപ്പ് ഹിം റീഡിങ് ദ ലെറ്റർ. പലവട്ടം തൻ്റെ കത്ത് പൊട്ടിച്ച് വായിക്കുന്നതിൽ നിന്ന് അവനെ തടയാൻ പ്രേരിപ്പിക്കുന്ന പല കാര്യങ്ങൾ അവൾ ചെയ്തു നോക്കി. ഷീ ഷോഡ് ആങ്കർ, യൂസ്ഡ് ബാഡ് വേർഡ്സ്, ട്രൈഡ് ടു ഷെയിം ഹിം and used sarcastic words, but nothing worked. Sarcastic means ആക്ഷേപഹാസ്യ രീതിയിലുള്ള ശകാരവാക്കുകൾ അവന് നേരെ ഉപയോഗിച്ചു, മോശം വാക്കുകൾ ഉപയോഗിച്ചു, ആക്ഷേപഹാസ്യ രീതിയിൽ സംസാരിച്ചു, അവനെ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ കുത്തുവാക്കുകൾ സംസാരിച്ചു. ബട്ട് നത്തിങ് വർക്ക്ഡ്. പക്ഷെ ഒന്നും ഫലം ചെയ്തില്ല. ഇഫ് ഷി മെൻഷൻസ് ഇറ്റ്, ഇനി ഇങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി അവളവനോട് പരാമർശിക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ഹി ട്രൈസ് ടു ലാഫ് ഇറ്റ് അവേ. ആദ്യം അവനത് ചിരിച്ചു തള്ളും. ആൻഡ് ഇഫ് ലാഫ്റ്റർ ഡസൻറ്റ് ഗെറ്റ് ഹിം ഔട്ട് ഓഫ് ഡീപ്പ് വാട്ടർ, ഗെറ്റ് ഔട്ട് ഓഫ് ഡീപ്പ് വാട്ടർ മീൻസ് എസ്കേപ്പ്. അതൊരു ഇഡിയമാറ്റിക് എക്സ്പ്രഷനാണത്, ഗെറ്റ് ഔട്ട് ഓഫ് ഡീപ്പ് വാട്ടർ. ഇഫ് ഷി മെൻഷൻസ് ഇറ്റ്, ഫസ്റ്റ് ഹി ട്രൈസ് ടു ലാഫ് ഇറ്റ് അവേ. ആദ്യം അവനെ ചിരിച്ചു തള്ളാൻ ശ്രമിക്കും.
And if laughter doesn't get him out of deep water, and if laughter doesn't get him escape, അല്ലെങ്കിൽ or escapes, he scolds her. അപ്പോഴും അവന് രക്ഷപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ അവൻ അവളെ ശകാരിക്കുമല്ലെങ്കിൽ വഴക്ക് പറയും. She sits perfect still for a minute and reads the letter through. It is nothing much a letter from Nomita's mother. നേരത്തെ പറഞ്ഞു, ഒരുപക്ഷെ അജിത്തിന് ഒരു തരത്തിലുള്ള ഒരു വിവാഹബാഹ്യ ബന്ധത്തിൻ്റെ, വിവാഹേതര ബന്ധത്തിൻ്റെ സംശയങ്ങളൊന്നും നൊമിതയിൽ കാണാൻ, അല്ലെങ്കിൽ അങ്ങനെ സംശയിക്കാൻ പാകത്തിൽ ഇന്നോളം ഒരു കത്തും അവൻ്റെ കയ്യിൽ കൂടി കടന്ന് പോയിട്ടില്ല. He has not been able to discover any letter in the slightest degree suspicious on her. അങ്ങനെയാണെങ്കിൽ പോലും he always did it. അവൻ എല്ലായ്പ്പോഴും അത് ചെയ്തുകൊണ്ടേയിരുന്നു. And certain attempts from the part of her didn't prevent him from doing it. അത് ചെയ്യുന്നതിൽ നിന്ന് ഒരിക്കലും അവനെ തടഞ്ഞതുമില്ല. കാരണം അവൾ മിക്കപ്പോഴും she tried many more things to stop him reading the letter. She showed anger, used bad words, tried to shame him, അവനെ അപമാനിക്കാൻ ശ്രമിച്ചു പലപ്പോഴും. used sarcastic words, ആക്ഷേപഹാസ്യ രീതിയിലുള്ള വാക്കുകൾ പറഞ്ഞു, അല്ലെങ്കിൽ കുത്തുവാക്കുകൾ പറഞ്ഞു. ബട്ട് നത്തിങ് വർക്ക്ഡ്. പക്ഷെ അതൊന്നും ഫലം കണ്ടില്ല. ആൻഡ് വെനെവർ ഷീ മെൻഷൻസ് ഇറ്റ്, എപ്പോഴൊക്കെ അവൾ അതിനെപ്പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ടോ, ഫസ്റ്റ് ഹി വിൽ ട്രൈ ടു ലോഫ് ഇറ്റ് അവേ. അതിനെ ചിരിച്ചു തള്ളാൻ അവൻ ശ്രമിക്കും. ആൻഡ് ഇഫ് ലോഫ്റ്റർ ഡസൻറ്റ് ഹെൽപ്പ് ഹിം ടു എസ്കേപ്പ്, രക്ഷപ്പെടാൻ അവനെ സഹായിക്കുന്നില്ല ആ ചിരിയുടെ പുറം മൂടിയെങ്കിൽ, ഹീ സ്കോൾഡ്സ് ഹർ, അവനവളെ ശകാരിക്കുമല്ലെങ്കിൽ വഴക്ക് പറയും. അപ്പോൾ ദിസ് ലെറ്റർ ഈസ് നത്തിങ് മച്ച് എ ലെറ്റർ ഫ്രം നൊമിതാസ് മദർ. പക്ഷേ ഈ കത്ത് അവളുടെ അമ്മ നൊമിതയ്ക്ക് അയച്ച ഒരു കത്തായിരുന്നു.